നമസ്കാരം. കേരളത്തിൽ തീവ്ര ഇസ്ലാമിക ചിന്താഗതി ശക്തമാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് തന്നെയാണ് ഇപ്പോഴും പത്തനംതിട്ടയിലെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അനിൽ കെ ആന്റണി. എന്നാൽ വാദത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ, അത്തരത്തിലുള്ള തെളിവായ എന്തെങ്കിലും സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടോ എന്നുള്ളതിന് അദ്ദേഹം തയ്യാറായിട്ടുമില്ല. കൊല്ലത്തെ സൈനികൻ്റെ പുറത്ത് ചാപ്പ കുത്തിയതടക്കം എന്ന പ്രചാരണം അത് നടത്തിയതിലോ അല്ലെങ്കിൽ കാസർഗോഡ് കുമ്പളയിൽ മുസ്ലിം സ്ത്രീകൾ ബുർഖയിടാത്തവരോട് കലഹിച്ചു എന്ന പ്രചാരണത്തിനോ ഖേദം പ്രകടിപ്പിക്കുവാനും അനിൽ ആന്റണി തയ്യാറായില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, കേരളത്തിൽ ചെറിയൊരു ശതമാനം വരുന്ന ആളുകളും തീവ്രമായിട്ടുള്ള ഇസ്ലാമിക മനോഭാവമുള്ളവരാണ് എന്ന് പറയേണ്ടി വരുന്നു. എന്നാൽ അതിലെല്ലാവരും അങ്ങനെയാണ് എന്ന് താൻ പറയുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് മുസ്ലിം സമുദായത്തിൽ ആ സമുദായത്തിൽ നിന്നും ഒരുപാട് നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ട് എന്നും അതിൽ വളരെ ബഹുമാനമുള്ള ഒരു സമുദായമാണ് ഇത് എന്നും അനിൽ ആന്റണി പറഞ്ഞു വെക്കുമ്പോഴും അതിനകത്ത് ചില തീവ്രവാദ മുഖങ്ങളുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. കൂടാതെ അനിൽ ആന്റണിക്ക് പലപ്പോഴും ഈ കേരളത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദ സ്വഭാവം അത് വളരുന്നുണ്ട് എന്ന് ഉറച്ചു പറയുന്ന തരത്തിലേക്ക് എന്ത് വില കൊടുത്തും കേന്ദ്രം ഇത് നേരിടുമെന്നും പറയാൻ അനിൽ ആന്റണി തയ്യാറാകുന്നുണ്ട്. കാരണം തീവ്രവാദ മുഖങ്ങൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയില്ല. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തിൻ്റെ ആത്മാവിനെ തകർക്കുന്ന തരത്തിലേക്കുള്ള ബോംബ് സ്ഫോടന പരമ്പരകളടക്കം നടത്തുന്ന തീവ്രവാദ മുഖങ്ങളെ നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തീവ്ര ഇസ്ലാമിക ചിന്താഗതികൾ വച്ചു പുലർത്തുന്നത് ഒരു രാജ്യത്തിന് ചേർന്നതല്ല എന്നും അങ്ങനെ ഒരു രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന തീവ്ര ഇസ്ലാമിക സംഘടനകളെയും തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരെയും നിയമത്തിന് മുന്നിൽ, കർശനമായ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് അനിൽ ആന്റണി പറഞ്ഞു വെക്കുന്നത്. അനിൽ ആന്റണി പറഞ്ഞു വെക്കുന്ന ആ വാദങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും യോജിപ്പിലെടുക്കേണ്ടി വരും, അതിനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടി വരും. കാരണം കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള തീവ്രവാദ സമീപനങ്ങൾ, തീവ്ര ഇസ്ലാമിക ചിന്താഗതികൾ വളരെ വലുതായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലഘട്ടമായതുകൊണ്ടും തിരഞ്ഞെടുപ്പിൻ്റെ ആഹ്വാനം നിലനിൽക്കുന്നതുകൊണ്ടും മാത്രമല്ല ഇത്തരത്തിൽ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർ കൂടുതലാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടാകുന്നത്. വിമർശനത്തിന് വിധേയമാകുന്ന ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ എന്ന് പറയപ്പെടുന്നത് പറയാതിരിക്കാൻ കഴിയില്ല. കേരളത്തിൽ മാത്രം, കേരളത്തിൽ അത്തരത്തിലുണ്ടാകാത്ത, അതായത് മതേതര മുഖമുണ്ടായിരുന്ന ഒരു കേരളമായിരുന്നു. ആ മതേതര മുഖമുണ്ടായിരുന്ന കേരളത്തിന് തീവ്ര ഇസ്ലാമിക ചിന്താഗതികൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനപക്ഷ പ്രീണനങ്ങൾ നടക്കുന്നുണ്ടോ? അങ്ങനെ നടത്തുന്ന ഒരു സാഹചര്യം, ഒരു സാമൂഹ്യ വ്യവസ്ഥിതി നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരാണ്? പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രക്ഷോഭങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് പാർട്ടികൾ ആരാണ്? അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ്. പൗരത്വ ഭേദഗതി നിയമം രൂപീകരിക്കപ്പെട്ടപ്പോൾ തന്നെ അതിൽ ഒരു കാര്യം വളരെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കേരളം. ഇന്ത്യയിലെ ഇന്ത്യൻ മുസ്ലിങ്ങളെ, അല്ലെ ഭാരതത്തിൽ വസിക്കുന്ന ഭാരത മുസ്ലിങ്ങളെ ഒരിക്കലും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കുടിയിറക്കി വിടുന്ന ഒരു സമീപനം സ്വീകരിക്കുകയില്ല. 2014 ഡിസംബർ മാസം 31 വരെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന്, അത് അഫ്ഗാനിസ്ഥാൻ ആവട്ടെ, ബംഗ്ലാദേശ് ആവട്ടെ, പാകിസ്ഥാൻ ആവട്ടെ, അവിടെ നിന്നൊക്കെ വരുന്ന മുസ്ലിങ്ങളെ ഉൾപ്പെടെയുള്ളവരെയല്ല, മുസ്ലിങ്ങളിൽ നിന്ന് ബാക്കിയുള്ളവരെ മാത്രം അവർക്ക് പൗരത്വം കൊടുക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിലുണ്ടായത്? അവിടെയാണ് അനിൽ ആന്റണി പറഞ്ഞ വാദങ്ങളോട് നമുക്ക് യോജിപ്പ് രേഖപ്പെടുത്തേണ്ടി വരുന്നത്. അതായത് ബംഗ്ലാദേശ് ആണെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ നിന്നാണെങ്കിലും പാകിസ്ഥാനിൽ നിന്നാണെങ്കിലും ഒക്കെ തീവ്രവാദ സമീപനമുള്ള, തീവ്രവാദ മുഖങ്ങളുള്ള, തീവ്രവാദ ചിന്താഗതികളുള്ള, ഇസ്ലാമിക ചിന്താഗതികളുള്ള ആൾക്കാർ നുഴഞ്ഞു കയറപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു ഇന്ത്യയിലേക്ക്. അത്തരത്തിൽ നുഴഞ്ഞു കയറപ്പെടുന്നവരിൽ നിന്ന് തന്നെയാണ് ഇവിടെ കേരളത്തിലടക്കം അത്തരത്തിലുള്ള ഇസ്ലാമിക ചിന്ത വളരുന്നത് എന്നും ആ ഇസ്ലാമിക ചിന്തകളെ തകർക്കേണ്ടതുണ്ട് എന്നുമാണ് അനിൽ ആന്റണി പറയുന്നത്. ആ വാദം നമുക്ക് ശരിയാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ തീവ്ര ഇസ്ലാമിക ചിന്തകൾ, തീവ്രവാദ സ്വഭാവമുള്ള മുഖങ്ങളെ അടക്കം അമർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം കേന്ദ്രത്തിൽ നിന്നുണ്ടാവുകയും ചെയ്യും. അങ്ങനെ തീവ്രവാദ മുഖങ്ങളുള്ളവരെ, അല്ലെങ്കിൽ തീവ്രവാദ സമീപനങ്ങൾ സ്വീകരിക്കുന്നവരെ, തീവ്ര ഇസ്ലാമിക ചിന്താഗതികൾ വച്ചു പുലർത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനുള്ള തീരുമാനം നിയമപരമായി കൈക്കൊള്ളുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകും. അതിനുള്ള ഒരുക്കത്തിലായിരിക്കും ഇനി വരാൻ പോകുന്ന 3ാമത്തെ നരേന്ദ്രമോദി സർക്കാർ എന്നുകൂടി പറയേണ്ടതുണ്ട്.